ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും JBTECHിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റീമിൽ നിന്ന് എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആവശ്യമുള്ളത് രണ്ട് വുഡൻ പീസാണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ഡിസ്ക്കാണ്. ഇപ്പോൾ ഈ ഡിസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വീലുണ്ടാക്കാൻ വേണ്ടി രണ്ട് ഡിസ്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഡിസ്കിൽ നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്യുക. ആ ഡിസ്കിൻ്റെ എല്ലാ സൈഡിലും ഈക്വലായിട്ട് വേണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഡിസ്ക് എടുത്ത് നമ്മൾ നേരത്തെ ഗ്ലൂ അപ്ലൈ ചെയ്ത ഡിസ്കിലേക്ക് നന്നായി ഒട്ടിച്ച് വയ്ക്കുക. എല്ലാ സൈഡും ഈക്വലായി എന്ന രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ ഡിസ്കിൻ്റെ സെൻറ്ററിൽ മോട്ടറും ഈ വീലുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ടർ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്യണം, കാരണം നമ്മൾ മോട്ടറിലേക്ക് ഇത് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി ഇത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണും വെച്ചും കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഡിസ്കിലൊരു ഹോൾ ഉണ്ടാക്കണം. അതിന് വേണ്ടി നമ്മളൊരു ചെറിയ കമ്പി നമ്മൾ ചൂടാക്കി സെൻറ്ററിൽ നിന്ന് കുറച്ച് നീങ്ങി നമ്മൾ ഡിസ്കിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. വലിയ ഹോള് വേണ്ട, ചെറിയ ഹോള് മതി. അതിനുശേഷം നമ്മൾ ചെറിയ വുഡൻ പീസ് എടുത്ത് നമ്മുടെ ബേസ് വുഡിലേക്ക് നന്നായി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. മറിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ചെറിയ വുഡൻ പീസിലേക്ക് നമ്മുടെ മോട്ടർ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. മോട്ടർ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കറക്റ്റ് പൊസിഷനിൽ വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. ഒരിക്കലും ചെരിഞ്ഞു പോകാനോ മാറിയിരിക്കാനോ പാടില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുന്ന വീല് ഈ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുക. നന്നായി പ്രസ് ചെയ്ത് വേണം കണക്ട് ചെയ്യാൻ. ഒരിക്കലും ഊരി വരാത്ത രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ വലിയ വുഡൻ പീസ് എടുത്ത് ഏകദേശം സെൻട്രലായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. നന്നായി പ്രസ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് സിറിഞ്ചസ് ആണ്. അപ്പോൾ സിറിഞ്ചത്തിലെ ബോട്ടിലുള്ള ബ്ലാക്ക് കളറ് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം ആ സിറിഞ്ചിൻ്റെ ബോട്ടിലുള്ള ട്യൂബ് പോലെ ഇരിക്കുന്നത് നീണ്ടു നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയും. നമുക്ക് ഹോളുണ്ടാവും അവിടെ. അപ്പോൾ ആ ഹോള് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ക്ലോസ് ചെയ്യണം. ഏകദേശം കുറച്ച് ഗ്ലൂ ഗൺ മതി. അതിനുശേഷം ആ സിറിഞ്ചിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സോൾഡറിങ് അയണ്. ഏകദേശം കുറച്ച് വലുപ്പത്തിലുള്ള ഹോൾ മതി, ഒരുപാട് വലുപ്പം വേണ്ട. കറക്റ്റ് സെൻറ്ററിൽ വേണം ഉണ്ടാക്കാൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹോൾ ഉണ്ടാക്കിയ സിറിഞ്ച് നമ്മൾ നേരത്തെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വുഡൻ പീസിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. നല്ല രീതിയിൽ വേണം സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ. ഒരിക്കലും അത് മാറി പോകാൻ പാടില്ല. സ്റ്റിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ പ്രസ് ചെയ്യണ ഭാഗത്ത് ഒരു ചെറിയ പെന്നിൻ്റെ ട്യൂബിൻ്റെ പീസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കണം. കറക്റ്റ് സെൻറ്ററിൽ വേണം സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ.
ഇവിടെ ഞാൻ പെന്നിൻ്റെ ചെറിയ ട്യൂബ് എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ട്യൂബ് എടുക്കാം. സ്റ്റിക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സിറിഞ്ചിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഇത് എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ വീൽ ഹോളിട്ട വീലിൻ്റെ ഇടയിലേക്കും അതേപോലെ നമ്മൾ സിറിഞ്ചിലേക്ക് അറ്റാച്ച് ചെയ്ത ട്യൂബിലേക്കും ഈ കമ്പി ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നേരത്തെ നമ്മൾ സിറിഞ്ച് ഫിക്സ് ചെയ്തത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെരിച്ച് ഫിക്സ് ചെയ്തു, കാരണം ആ വീൽ കറക്റ്റായി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു ക്യാൻ ആവശ്യമുണ്ട്. ഒരു അലുമിനിയത്തിൻ്റെ ക്യാനാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കൊക്കോളയുടെ ക്യാൻ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ബേസിലായിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ആവശ്യം ഒരു ട്യൂബാണ്. ഒരു മെറ്റാലിക് ട്യൂബാണ് നമുക്ക് ആവശ്യം. ആ ട്യൂബ് ഈ ക്യാൻ്റെ ഹോളിലേക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഈ ട്യൂബ് ആ ക്യാനിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക MC-യിലാണ്. അപ്പോൾ MC-യിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലും കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ട്യൂബ് ആ ക്യാനിലേക്ക് ഫിക്സ് ചെയ്തു. അതിന് ശേഷം ആ ക്യാന് കറക്റ്റായി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡ് ഇതുപോലെ ഒരു അലുമിനിയം കമ്പി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി നമ്മൾ ആ ക്യാന് ആ സിറിഞ്ചിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കി ആ ഹോളിലേക്ക് കയറ്റി വയ്ക്കാൻ. കറക്റ്റായിട്ട് വേണം കയറ്റി വയ്ക്കാൻ, ഒരിക്കലും മാറി പോകാൻ പാടില്ല. കറക്റ്റ് ആ ഹോളിലേക്ക് വേണം കയറ്റി വയ്ക്കാൻ. അതിന് ശേഷം നമ്മൾ ആ ക്യാനിൻ്റെ ടോപ്പ് തുറന്നിട്ട് നമ്മളതിലേക്ക് വാട്ടർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് കൂടുതൽ വാട്ടർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം. ആ ക്യാനിൻ്റെ ട്യൂബിൻ്റെ ഏകദേശം താഴെ വരെ നമ്മൾ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ക്യാനിൻ്റെ അടിയിലേക്ക് മെഴുതിരി കത്തിച്ചു കൊടുക്കുക. നമ്മൾ ഈ മെഴുതിരി കത്തിക്കുന്നത് ആ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ രണ്ട് മെഴുതിരി എടുക്കുന്നുണ്ട്, കാരണം നന്നായി ഹീറ്റ് അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കറക്റ്റ് അതിൻ്റെ ബേസിലേക്ക് വേണം നമ്മൾ കറക്റ്റായിട്ട് മെഴുതിരി അപ്ലൈ ചെയ്യണം. ഒരിക്കലും സൈഡിലേക്ക് നീങ്ങി പോകാൻ പാടില്ല, കാരണം കറക്റ്റ് സെൻറ്ററിലേക്ക് നമുക്ക് ഹീറ്റ് കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ മെഴുതിരി കത്തിച്ച് കറക്റ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ആ ക്യാൻ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ആ സിറിഞ്ചിൽ ഏകദേശം വാട്ടർ വേപ്പർ പോലെ വന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ഡിസ്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം റൊട്ടേറ്റ് ചെയ്യുന്നപ്പോൾ കാണാം ആ തന്നെ ഒന്ന് റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് കാണാൻ നന്നായിട്ട് റൊട്ടേറ്റ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ നന്നായി റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളൊരു LED ആണ്. ലോ വോൾട്ടിൽ കത്തുന്ന ഒരു LED. അത് നമ്മുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്ത വയറിലേക്ക് കറക്റ്റായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, നമ്മുടെ LED നന്നായി കത്തുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കൊരു സയൻസ് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ JBTECH എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ JB സൈനിങ് ഔട്ട്.